ആശാനേ കിടച്ചാച്ചി ആശാനേ പുടി 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 കിടച്ചാച്ചി തൈലം കിടച്ചാച്ചാ കാടൽ തൈലം കിടച്ചാച്ചി അതെ വെള്ളം ഒഴിച്ചു കുടിക്കണം പാലൊഴിച്ചു കുടിക്കണം அப்பா குடிக்காதுங்க இது கையில கொஞ்சம் ஊத்தி அந்த பொண்ணு மேலே தடவியா போதும் അത് തപ്പ് ഒരു പെണ്ണ് കുളിച്ചോണ്ടിരിക്കുമ്പോ കുളിമുറിനകത്ത് കയറാനും ഒളിഞ്ഞു നോക്കാനൊന്നും എനിക്ക് ഡീസൻസിക്ക് പറ്റില്ല അതൊന്നുമേ വേണം ആശാനെ கொஞ்சம் தைல ஊத்தி அப்படியே அந்த பெண்ணு கை மேலே கை காமிக்க டேக் பண்ணியா போதும் അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഊത്തട കയ്യില് കൊഞ്ചം കൂടി ഊത്തട கல்யாணத்துக்கு இது போதும் സ്വത്തുക്ക് ஓ சொத்துக்கு കാതൽ പണം കാതൽ പണം அப்படி ஒரு படம் இருக்கா പടമല്ലടാ മണം ഏയ് മാത്തൂട്ടി ಏನು ವಿಶೇಷ നല്ല വിശേഷം ಸೋಫಿಯಾൾക്ക് ಒಂದು ಲೆಟರ್ ದಾರೆ സോഫിയക്ക് ലെറ്ററാ വേണ്ടി ഞാൻ കൊടുക്ക മാട്ടെ കടലിക്ക് ആവത്തുതാ പെടലിക്ക് എന്ത് പറ്റി കടലിക്ക് ആവത്തുതാ ഓ കത്ത് കൊടുക്കാം കൊടുക്കാം വേണ്ടി കണ്ടോടാ അവളുടെ കൈക്ക് തൈലം തേക്കാനുള്ള ചാൻസ് ഉടയമ്പരം കൊണ്ടുവന്നതാ நான் சொல்லல இன்னையில இருந்து உங்களுக்கு தீபாவளி ദീപാ வலி வலி ഇതെന്താ ഈ കുതിരക്ക് പിന്നാലെ വരുന്നത് ஐயோ ஆசானே நீங்க அந்த தைலம் குதிரை மேல தேய்ச்சாச்சா ആമാ അല്ലെങ്കിൽ കത്തി കിട്ടാവൂലേ ஐயோ பொண்ணு மேல தேய்க்க சொன்ன தைலம் குதிரை மேல தேய்ச்சாச்சா ആമാ அப்ப குதிரை குங்க மேல காதல் வருவ അയ്യോ കുതിരയുടെ കാതൽ പണ്ടുമാ ஆசானே ஓடாசானே കുതിരക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്തിനാ ഓടുന്നേ ഞാൻ സോഫിക്ക് ഒരു കത്ത് തരാൻ വന്നതാ അതിനെങ്ങനെ എന്റെ മാതാവേ എന്തൊടുക്കുന്ന തൈവാടാ ஆசானே ஒளிஞ்சோடாரு ஸ்ட்ரைட்டோடு ഇല്ല രക്ഷപ്പെട്ട് എന്റെ അമ്മേ അയ്യോ 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 ദേവന്തി അയ്യോ ദേവന്തി ദേവന്തി അയ്യോ 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 എന്നെ രക്ഷിക്കണേ അയ്യോ അമ്മ ആരോമലുണ്ണി അമ്മ അണിയൂ തിരുമാറിലണിയൂ അമ്മ കുട്ടി അമ്മ പോയോ എന്താ സംശയം ജാതി മത ഭേദമന്യേ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാണല്ലോ 1954 പ്രത്യേക വിവാഹ നിയമം. പക്ഷെ ചില നിബന്ധനകളും ഉപാധികളൊക്കെ ഉണ്ട്. അറിയാം. അവരിലാർക്കും ഭർത്താവോ ഭാര്യയോ ഉണ്ടാവരുത്. വയസ്സ് വരൻ 21 വധുവിന് 18 കഴിഞ്ഞിരിക്കണം. രണ്ടുപേരും കൂടി ഒപ്പിട്ട അപേക്ഷ വിവാഹ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. അച്ഛൻ അല്ലല്ല മകൻ മകൻ ഗിഞ്ചറ പൊട്ടിപ്പോയി. നോട്ടീസിന്റെ കോപ്പി നോട്ടീസ് ബോർഡിൽ പതിച്ച് നോട്ടീസ് പതിച്ച് 1 മാസം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം. 3 സാക്ഷികൾ വേണ്ടേ രജിസ്ട്രാറുടെ മുമ്പാകെ? 3 വേണം. എ ആയി ഞാൻ, ബി ആയി നിന്നെ എന്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിക്കുന്നു. ബി ആയി ഞാൻ, എ ആയി നിന്നെ എന്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിക്കുന്നു. എങ്കിലല്ലേ വിവാഹം പൂർത്തിയാവൂ? അങ്ങനെ വേണം. കുക്കു എന്ന ക്രിസ്ത്യൻ യുവതിക്ക് നാരായണൻകുട്ടി എന്ന ഹിന്ദു യുവാവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. നിർദ്ദിഷ്ട ഫോറത്തിൽ ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതാ, നാരായണൻകുട്ടിക്ക് കുക്കുനെ ഇഷ്ടമാണെങ്കിൽ ഇതിലൊപ്പിടാം, അല്ലെങ്കിൽ കയറിക്കളയാം. ഇക്കരയാണെന്റെ താമസം, അക്കരയാണെന്റെ മാനസം. അയ്യോ
എനിക്ക് വയ്യ. ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചേട്ടന്മാര് രണ്ടും കൂടെ പൂച്ച പാട്ടെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നേ. ഇത്തരം കേസൊക്കെ കൈ കിട്ടിയാൽ ആമയെ വിളിക്കണ്ടേ? കൈയോടെ പിടിച്ച് മുന്നിലേക്ക് ഇട്ട് തരും. മതി, ഡയലോഗ് നിർത്ത്. എനിക്കറിയേണ്ടത് ആമിയാണോ അത് അയച്ചതെന്നാണ്. നീ മനുഷ്യ, എനിക്കൊരാളോട് പ്രേമം തോന്നി നോക്കിയാ ഞാൻ നേരെ മുഖത്ത് നോക്കി കാര്യം പറയും, അല്ലെങ്കിൽ ടെലിഫോൺ എടുക്കും. ഹലോ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രേമമാണ്, പ്രേമം കാരണം എനിക്ക് ഇരിക്കി പുറത്ത് കിട്ടുന്നില്ല എന്ന് നേരിട്ടങ്ങ് പറയും. ഇത് കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുക, അതിനകത്തൊരു കാസറ്റ്, അതിലൊരു പാട്ട്. അതൊക്കെ ഇക്കാലത്ത് ചോക്ലേറ്റ് പെമ്പിള്ളേര് ചെയ്യും. അതിൽ ആമി പെടില്ല. ഐ എം വെരി സോറി. അപ്പൊ ആമിയല്ല, അത് മതി. ആമിയാവാതിരിക്കാൻ എന്ന് പറഞ്ഞില്ല. ആമിയാവില്ലെന്ന് എനിക്ക് വിശ്വാസമാണ്. അല്ല, ഡെന്നിസിന് ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ? രവിയോട് പ്രോമിസ് ചെയ്തിരുന്നു കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന്. ആരാന്ന്? ഓക്കെ, ഐ ഹെൽപ് യു. എവിടുന്നായി കൊറിയർ അയച്ചത്? ആ അഡ്രസ്സിൽ ഇപ്പൊ മോനായി കൊണ്ടുപോയി തൊലച്ചു. ഓ, ആ അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങളൊന്ന് വിട്ടുപോയി. അതറിഞ്ഞ ഈസി ആയിരുന്നു. ഇപ്പോ ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ അപർണ, ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഗായ, അങ്ങനെ പിടിക്കാം. ഏതായാലും മോനായിയോട് ഗാർബേജും തപ്പിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെൺപിള്ളേര് കൊള്ളാലോ. അതിൽ ആരായാലും എനിക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആരായിരിക്കും ഒരു പിടി കിട്ടിയോ? ഇറങ്ങി മനുഷ്യൻ ഞാനാ കൊറിയോ? ഇത് തന്നെ. എവിടുന്ന? അഡ്രസ് നല്ല അഡ്രസ്സാ, ആളിന്റെ പേരും, പക്ഷെ സ്ഥലം കിട്ടി. എടി ഭയങ്കര നീയോ? ആമി, ആരാ പെണ്ണ്? വേഗം വരെ കാത്തില്ല ചായ, ഇനി ഒന്ന് 6 വരെ കാക്ക്. പെണ്ണിന്റെ ഒരു കാര്യം. നീ വായിച്ചോ അഡ്രസ്? പിന്നെ എവിടുന്ന? ജലന്ധർ. ജലന്ധർ നീ വായിച്ചാണോ? എന്താ ജലന്ധറിന്റെ സ്പെല്ലിംഗ്? ക്യൂ ക്യൂ ആർ എസ് ജലന്ധർ. വലിയ കാർച്ച് പറഞ്ഞാലും തല്ലോ.